സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം കൂടിയാണ്. നമുക്കറിയാം, ഇന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു, ആളുകൾ പങ്കെടുത്തു. അതിലും വളരെ കൃത്യമായി തന്നെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ സർക്കാരിന്റെ വികസന പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ദേശീയപാത വികസനം എന്നുള്ളത്. അത് കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് പൂർത്തിയാകുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളത്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും ദേശീയപാത തന്നെ ആയിരിക്കും വളരെ പ്രധാനപ്പെട്ട വിഷയമായി സർക്കാർ മുന്നോട്ട് വെക്കുക. ശ്രീനിവാസ്, നോക്കൂ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു കാര്യം താങ്കളുടെ ശ്രദ്ധയപ്പെട്ട് കാണും. അതിൽ പറയുന്ന വളരെ ഞാനിവിടെ ആവർത്തിക്കുകയാണ്. തള്ളലും അല്ലാതെ കൂടിയപ്പോൾ വിള്ളൽ വന്നു, വിള്ളലും അല്ലാതെ കൂടിയപ്പോൾ തള്ളൽ നിന്നു. പിന്നെ വിള്ളൽ വന്നപ്പോൾ പിതൃത്വം അവകാശപ്പെട്ടവർ എല്ലാം NHനെ കൈയൊഴിഞ്ഞു. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എനിക്ക് ഇവിടെ പറയാനുള്ളത്, മുഖ്യമന്ത്രി അവകാശപ്പെടുന്ന കാര്യങ്ങൾ ഇന്ന് രാവിലെ അവകാശപ്പെട്ടതും വൈകുന്നേരം അദ്ദേഹം തിരുത്തി പറഞ്ഞു. ഇതൊന്നും എൻ്റെതല്ല, ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്, കാലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയാണ്. പിന്നെ എൻ്റെ സുരേഷ് കുമാർ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചു, പരാജയപ്പെട്ടവർക്കൊക്കെ വലിയ വിഷമമുണ്ട്. ഞങ്ങളാരും കോർപ്പറേഷനിലേക്ക് പരാജയപ്പെട്ടില്ല, ഞാനൊക്കെ ജയിച്ചിട്ടേ ഉള്ളൂ. ആ പരാജയപ്പെട്ട ആരാണെന്ന് സുരേഷ് കുമാർ ഒന്ന് അന്വേഷിക്കണം. പാർലമെന്റിലേക്ക് ദയനീയമായി പരാജയപ്പെട്ടത് ആരാണെന്ന് അന്വേഷിക്കണം. പരാജയപ്പെട്ടപ്പോൾ ഞങ്ങൾ ആരും കരഞ്ഞിരുന്നിട്ടില്ല. താങ്കൾ പറഞ്ഞു പരാജയപ്പെട്ടപ്പോൾ മൂങ്ങും കരയുന്നൊക്കെ. അങ്ങനെ താങ്കൾക്ക് ആരെക്കുറിച്ചൊക്കെ പരാജയപ്പെട്ടപ്പോൾ കരഞ്ഞു എന്ന് തോന്നിയെങ്കിൽ അത് ഞാൻ ഉത്തരവാദിയല്ല. എൻ്റെ മകൾ കല്യാണം കഴിച്ചു, അതിന് മരുമകനുണ്ട്. ആ മരുമകൻ കോഴിക്കോട്ടൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ പലരും ചോദിക്കും, നിയാസിൻ്റെ മരുമോനല്ലേ എന്ന്. അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് അഭിമാനമാണ്. എന്നാൽ താങ്കൾ പറയുന്നു അത് പറഞ്ഞാൽ അപമാനമാണ്. അങ്ങനെ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ മരുമോന്റെ കാര്യത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് അല്ല, ഞാനത് പറഞ്ഞുകൊണ്ടാണ് താങ്കളത് അവിടെ മറുപടി പറയുമ്പോൾ താങ്കൾ അത് തിരുത്തേണ്ടിയിരുന്നു. താങ്കളത് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അപമാനം ഇല്ലാത്തത്, മറ്റു ചിലർക്ക് അപമാനമുണ്ടെങ്കിൽ അത് ആ ആൾക്കാണ് കുഴപ്പം എന്ന് നിങ്ങൾ ബോധിക്കണം. ഒരു കാര്യം തുറന്ന് പറയാം, കേരളത്തിലെ ഗവൺമെന്റ് അതൊന്നും ചെയ്യുന്നില്ല, അതൊന്നും പറയുന്നില്ല. പക്ഷേ തള്ള് മാത്രമായി അല്ലെങ്കിൽ ബള്ള് മാത്രമായി ഇവിടെ ഈ ഈ റീല് മാത്രമായി മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതൊക്കെ സംഭവിക്കും. ഞാനൊരു കാര്യം, താങ്കൾ തന്നെ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആഴ്ചക്കാഴ്ചക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ പഴുത് അടച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. ഈ തള്ളൊക്കെ എവിടെ പോയി? ആ തള്ളിൻ്റെയൊക്കെ ഉത്തരവാദിത്വമല്ലേ ഇപ്പോൾ? അങ്ങനെ നോക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത് നേരത്തെ നോക്കേണ്ടിയിരുന്നില്ലേ? അങ്ങനെ ടെക്നിക്കലായി കാര്യങ്ങളിൽ ഫീസിബിലിറ്റി ഇല്ല എങ്കിൽ ഇപ്പൊ പിണറായി നമ്മുടെ CPM സെക്രട്ടറി പറഞ്ഞതുപോലെ ഇത് കുഴപ്പക്കാരാണ് ചെയ്തെങ്കിൽ അന്ന് നിങ്ങൾ സുരേഷ് കുമാർ, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കാണ് പുറത്തു വന്നത്. അത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ കൂടി സഹകരിച്ച് വേണം ഈ പദ്ധതി പൂർത്തിയാക്കാൻ. മുഖ്യമന്ത്രി ആ സമവായത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. പക്ഷേ CPMന് മറ്റൊരു നയമാണെന്നാണോ? നോക്കൂ ശ്രീ PM നിയാസ്, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. നിങ്ങൾ കോഴിക്കോടും മറ്റ് കേരളത്തിൽ എവിടെ UDFന്റെ പരിപാടി സംഘടിപ്പിച്ചാലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിട്ടുള്ള ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് എന്ന് തന്നെ അഭിസംബോധന ചെയ്തുകൊള്ളൂ, അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കിയിട്ട്. എനിക്ക് യാതൊരുവിധ പരാതിയും അക്കാര്യത്തിലില്ല. ഞാനിവിടെ സൂചിപ്പിച്ചത് കേരളത്തിന്റെ ഞാൻ ഈ അവസരത്തിൽ കയറി നിങ്ങൾ പറയുമ്പോൾ ഞാൻ വളരെ കേട്ടിരുന്നല്ലോ. നിങ്ങൾ ആ സഹിഷ്ണുത കാണിക്കൂ, രാഷ്ട്രീയ മര്യാദ കാണിക്കൂ. നിങ്ങൾ വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളല്ലേ, നിങ്ങൾ രാഷ്ട്രീയ മര്യാദ കാണിക്കൂ മനുഷ്യ. നിങ്ങൾ അതല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ, നിങ്ങളുടെ നേതാക്കന്മാരെ ഭാര്യമാരുടെ പേരും ആ ഭാര്യ പിതാക്കന്മാരുടെ പേരുമൊക്കെ ചേർത്ത് പരാമർശിച്ചോളൂ. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങൾക്ക് ജാള്യതയാണ്. 23,000 വോട്ടിന് ഞങ്ങളുടെ അഭിമാനമായ യുവ നേതാവിനോട് തോറ്റതിന്റെ കൊതിക്കറിവാണ്, ജാള്യതയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു ലോക്സഭയിൽ PM പരാജയപ്പെട്ടു, 705 വോട്ടിന് താഴെ സകല വർഗീയ കോമരങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് എന്തിനാ നിങ്ങൾ വായടച്ചു വെക്കൂ. നിങ്ങൾ ആദ്യം വായടച്ചു വെക്കൂ. കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ അവസരത്തിൽ ഞാൻ മിണ്ടാതിരുന്നില്ലേ? ആ മര്യാദ കാണിക്കൂ. കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കേവലമായി സഖാവ് മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്താൻ ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കാം. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ആകാശം മുട്ട ഉയരെ നിൽക്കുകയാണ്, നിങ്ങൾ ആ അമ്പിളി മാവനെ നോക്കി കുരയ്ക്കുകയാണ്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇലക്ട്രൽ ബോർഡിനെ കുറിച്ച് ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചപ്പോ അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്. BJPയുടെ പ്രതിനിധി അദ്ദേഹം CPMന്റെ ഗ്രൂപ്പിസമാണ്. CPMൽ പുതിയ ഗ്രൂപ്പിസം ഉണ്ടാക്കാൻ ബഹുമാന്യനായ ശ്രീ PK കൃഷ്ണദാസ് ശ്രമിക്കേണ്ട. നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ ഈ കൊഞ്ഞനം കുത്ത് ശൈലി
ഉണ്ടല്ലോ. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനി എന്ത് തോന്നിയാസം കാണിച്ചാലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കും. നിങ്ങളിവിടെ സൂചിപ്പിച്ചു ₹1 നയാ പൈസ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് കൊടുക്കാതെയാണ് നിങ്ങൾ ഈ ഗീർവാണം മുഴക്കുന്നത്. ശരി, എനിക്ക് സമയക്കുറവുണ്ട്, ദയവായി ക്ഷമിക്കണം. ശ്രീ സുരേഷ് കുമാർ ഇടപെടുകയാണ്. നന്ദി ഈ ചർച്ചയുടെ ഭാഗമായതിന്. ശ്രീ PM നിയാസ് ഈ ചർച്ചയുടെ ഭാഗമായി നന്ദി. ഒപ്പം ശ്രീ കൃഷ്ണദാസ് താങ്കൾക്കും നന്ദി. ഏതായാലും സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. പക്ഷെ ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം വേണം, ഒപ്പം നല്ല പാതയും വേണം, സുഗമമായി നിർമ്മാണം പൂർത്തിയാവുകയും വേണം. അതിനുള്ള ഇച്ഛാശക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ സ്വീകരിക്കേണ്ടത്.